ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 7 വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 7 വാക്യം. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്, ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്, ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. ഒരു ഗൗരവമേറിയ പ്രവചനമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഈ വാക്കുകളിൽ നാം കാണുന്നത്. ശാപഗ്രസ്തമായൊരു അനുഭവത്തിലേക്ക് വരുന്ന രണ്ടുപേരെക്കുറിച്ചാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യം പറയുന്നത്. യാക്കോബിൻ്റെ മക്കളായ ലേവിയെക്കുറിച്ചും ശിമയോനെക്കുറിച്ചും പറയുന്ന പ്രവചനാത്മകമായ ചില വാക്കുകൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന അരുളപ്പാടുകൾ. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്, ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. ശാപവും അനുഗ്രഹവും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ചില അവസരങ്ങളായി ചിന്തിച്ചു വരികയായിരുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ ശാപം വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് നിങ്ങൾക്ക് ഓർമ്മയിൽ തെളിഞ്ഞു കാണുമായിരിക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ ശാപം വരും. ആദാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. തന്മൂലം ശാപത്തിന് ഇരയായി തീർന്നു. ഭൂമി ശപിക്കപ്പെട്ടു. തന്നെയല്ല, ആദാമിനെ കൊണ്ട് പാപം ചെയ്യിച്ച, ആദ്യ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ച പാമ്പും ശപിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച കയീൻ ഹാബേലിനെ കൊന്നു. ഹാബേലിനെ കൊന്ന കയീൻ ശപിക്കപ്പെട്ടു. ശാപം കയീൻ്റെ മേൽ, കയീൻ്റെ തലമുറയുടെ മേൽ വ്യാപരിച്ചു എന്ന് നാം വായിക്കുകയുണ്ടായി. ശാപവും അനുഗ്രഹവും മനുഷ്യ സമൂഹം ഇന്ന് ശാപകരമായ അനേകം ദോഷങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. ശാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് വലയുകയാണ്. എന്താണ് ശാപമെന്ന് പറയുന്നത്? സമാധാനമില്ലാതെ മനുഷ്യഹൃദയം നീറിപ്പുകയുകയാണ്. ടെൻഷനെന്നോ ഫ്രസ്ട്രേഷനെന്നോ ഒക്കെ പറയുന്ന ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പിരിമുറുക്കത്തെ സൂചിപ്പിക്കുന്നവയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നൈരാശ്യത്തെ സൂചിപ്പിക്കുന്നവയാണ്. അനേകം ആളുകളും മനസ്സ് പിരിമുറുക്കത്തിൽ സ്വസ്ഥതയില്ലാതെ അഴലാർന്ന് ഉഴന്ന് വലയുന്നത് നാം നമ്മുടെ ചുറ്റുപാടും കാണുന്നു. എന്തിന്? നമ്മിൽ പലരുടെയും ഹൃദയത്തിൽ ഒട്ടേറെ യാതനകളും വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പലതരത്തിലുള്ളതായ നിരാശാകരമായ കാര്യങ്ങളുമുണ്ട്. ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറക്കാലം നല്ല ഐശ്വര്യവും സമൃദ്ധിയുമുള്ള കുടുംബങ്ങൾ അടുത്ത തലമുറയാകുമ്പോഴേക്കും തകരുന്നതും ഇടിഞ്ഞു പോകുന്നതും ക്ഷയിക്കുന്നതും അധപ്പതിക്കുന്നതുമെല്ലാം നാം ചുറ്റുപാടും കാണുന്നുണ്ട്. പെട്ടെന്ന് ഉയർന്നു വന്ന പല തറവാടുകളും മുടിഞ്ഞു പോകുന്ന കാണുന്നുണ്ട്. പെട്ടെന്ന് അഭിവൃദ്ധിയിലേക്ക് വന്ന പല വ്യക്തികളും തളർന്നും തകർന്നു പോകുന്ന കാണുന്നുണ്ട്. ഒരു പ്രത്യേക കാരണമൊന്നും പുറമേ കാണുവാനില്ല. പക്ഷേ എന്തോ ചില അസ്വസ്ഥതകളും ചില അനർത്ഥങ്ങളും കുടുംബത്തെ വേട്ടയാടുന്നതും കാണുന്നുണ്ട്. വ്യക്തി ജീവിതത്തെ വേട്ടയാടുന്നതായ ശാപം, മനുഷ്യ ജീവിതത്തെ വലയം ചെയ്യുന്നതായ ശാപത്തിൻ്റെ ഭീകരമായ അനുഭവങ്ങൾ. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് യാക്കോബ് മരണക്കിടക്കയിൽ കിടക്കുന്നതാണ് കാണുന്നത്. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ്, ഗോത്രപിതാക്കന്മാരുടെ പിതാവായ യാക്കോബ് മരണക്കിടക്കയിൽ കിടക്കുകയാണ്. മരണത്തോടടുത്ത് കിടക്കുകയാണ്. ക്ഷീണിതനായി യാക്കോബ് വാർദ്ധക്യംകൊണ്ട് വിവശനായി അവശനായി കിടക്കുമ്പോൾ യാക്കോബിൻ്റെ മക്കളെല്ലാവരും അപ്പൻ്റെ രോഗവിവരറിഞ്ഞ് ഒത്തുചേർന്നു. എല്ലാവരും വന്നു അപ്പൻ്റെ ആ രോഗക്കിടക്കയുടെ ചുറ്റും നിന്നു.
അപ്പനവരെ മാറി മാറി നോക്കി. യാക്കോബ് അവരെ നോക്കിയിട്ട് ഓരോരുത്തരെക്കുറിച്ചും പറയുന്ന വാക്കുകൾ പ്രവചനാത്മകമാണ്. ദൈവത്തിന് അവരെക്കുറിച്ച് പറയുവാനുള്ളതായ അരുളപ്പാടുകളാണ്. 49-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ. മക്കളെ, നിങ്ങൾ ഒരുമിച്ച് വരുവീൻ, വന്ന് ഞാൻ പറയുന്നത് കേൾപ്പീൻ. നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. നിങ്ങളുടെ അപ്പനായ എൻ്റെ ഈ വാക്കുകൾക്ക് നിങ്ങൾ ചെവി ചായ്ക്കുവീൻ, ചെവി തരുവീൻ. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വാക്കുകളായി നിങ്ങൾ കണക്കാക്കരുത്. ഞാനിതാ നിങ്ങളെ വിട്ട് പോവുകയാണ്. അധികം താമസിയാതെ ഞാൻ ഈ ഭൂമിയോടും നിങ്ങളോടും ലോകത്തോടും യാത്ര പറയും. ഞാൻ അനന്തതയിലേക്ക് മാറ്റപ്പെടും. മരണം എന്നെ ഗ്രസിക്കും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ വേറെ ആരുമില്ല മക്കളെ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. നിങ്ങൾക്ക് ഭാവി കാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയാണ്. ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചെവി തരുവീൻ. യാക്കോബ് പറയുന്നത് എൻ്റെ മക്കളെ കൂടി വരുവീനെന്നല്ല, എൻ്റെ മൊഴിക്ക് ചെവി തരുവീനെന്നല്ല. യാക്കോബിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചെവി തരുവീൻ. സ്വർഗത്തിലെ ദൈവം യാക്കോബിൻ്റെ നാവിൽ കൂടി സംസാരിക്കുകയാണ്. നിത്യനായ ദൈവം തൻ്റെ ദാസനായ യാക്കോബിൻ്റെ നാവിൽ കൂടി മക്കളോട് സംസാരിക്കുകയാണ്. യാക്കോബിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചെവി തരുവീൻ. ഓരോരുത്തരെക്കുറിച്ചും പറഞ്ഞു പറഞ്ഞു വരികയാണ്. ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുകയാണ്. അങ്ങനെ അരുളപ്പാടുകൾ പറഞ്ഞു വരുമ്പോൾ ശിമയോനെക്കുറിച്ചും ലേവിയെക്കുറിച്ചും പറയുകയാണ്. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. ശിമയോനും ലേവിയും ഒരു വലിയ ശാപത്തിന് അടിമകളായ കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ അപ്പനായ യാക്കോബിൻ്റെ നാവിൽ കൂടി ഇപ്പോൾ പറയുന്നത്. അപ്പനവരെ ശപിക്കുന്നതല്ല, അപ്പനവർക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നതുമല്ല. എന്നാൽ അവരുടെ തനിനിറം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് അപ്പൻ പ്രസ്താവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. അവർ ചിതറിപ്പോകും. അവർ യാക്കോബിൻ്റെ മക്കൾ പാർക്കുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ, ദൈവം അതിര് തിരിച്ചു കൊടുക്കുന്നതായ സ്ഥലത്ത് അവർ ചിതറിപ്പാർക്കേണ്ടി വരും. അവർക്ക് സ്വസ്ഥമായി കഴിയാൻ ഒക്കുകയില്ല. ഇന്ന് അവർക്ക് പ്രകടമായ കുഴപ്പങ്ങൾ കാണുന്നില്ലെങ്കിലും തലമുറയായി പരമ്പരാഗതമായി അവർക്ക് അനേകം അനർത്ഥങ്ങൾ വന്നു ചേരും. ദൈവം തൻ്റെ ദാസനായ യാക്കോബിൻ്റെ നാവിൽ കൂടി ലേവിയോടും ശിമയോനോടും സംസാരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണമെന്ന് അതിന് മുൻപുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. 5-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ശിമയോനും ലേവിയും സഹോദരന്മാർ. ശിമയോനും ലേവിയും സഹോദരന്മാർ. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. അവര് വാളെടുത്തിരിക്കുന്നു, സാഹസത്തിൻ്റെ ആയുധങ്ങൾ എടുത്തിരിക്കുന്നു. അവര് സാഹസത്തിൻ്റെ ആയുധം കയ്യിലെടുത്തിരിക്കുന്നു. അവര് സാഹസികമായി ചിലത് ചെയ്തിരിക്കുന്നു. അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണങ്ങളിൽ കൂടരുത്. യാക്കോബ് തന്നെ പറയുകയാണ്, എൻ്റെ മനസ്സേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ, അവരുടെ ഗൂഢാലോചനയിൽ കൂടരുതേ. അവരുടെ തെറ്റിന് എനിക്ക് പങ്കാളിയാകാൻ സാധ്യമല്ല. എൻ്റെ മക്കളാണവർ. പക്ഷേ അവരുടെ മന്ത്രണത്തിൽ, അവരുടെ ആ ഗൂഢാലോചനയിൽ ഞാൻ കൂടുകയില്ല. എൻ മനമേ, എൻ്റെ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എൻ മനമേ, അവരുടെ യോഗത്തിൽ ചേരരുത്. എൻ്റെ മനസ്സേ, അവർ കൂടിയുള്ള ആലോചനയിൽ, അവരുടെ യോഗത്തിൽ ഞാൻ ചേരരുതേ, ഞാൻ ചേരുകയില്ല. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു. എന്താണ് കാരണം? അവരെ കൂടി ആലോചിച്ചു. അവർ രണ്ടുപേരും കൂടി ഒത്തൊരുമിച്ചൊരു കാര്യം ആലോചിച്ചു വെച്ചത് ഭയങ്കരമായൊരു സാഹസകൃത്യമായിരുന്നു. ശേഖേമിലെ പൗരന്മാരെ ഒന്നടങ്കം കൊന്നൊടുക്കുവാനുള്ള ഗൂഢാലോചനയായിരുന്നു അവർ നടത്തിയത്. ശേഖേമിലെ പൗരന്മാർ, ശേഖേമിലെ വീരന്മാരും ശൂരന്മാരും പരാക്രമികളുമായ യുവാക്കന്മാർ, അങ്ങനെയുള്ള ശ്രേഷ്ഠരായ ശേഖേം പൗരന്മാരെ ഇവർ ചെന്ന് കൂട്ടത്തോടെ കൊന്നൊടുക്കി
വലിയ ഒരു കൂട്ടക്കൊലയുണ്ടായി. അതാണ് പറഞ്ഞത്, തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു. തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വഴിയുടച്ചു. കൂറ്റന്മാരും വീരന്മാരും ശൂരന്മാരും പരാക്രമികളുമായിരുന്ന ശേഖേം പൗരന്മാരെ അവരെ നശിപ്പിച്ചു, അവരെ ഉപദ്രവിച്ചു, അവർ കഠിനമായി പീഡിപ്പിച്ചു. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. അങ്ങനെ ശേഖേമിലേക്ക് കടന്നു ചെന്ന് ആ ഭീകരമായ പ്രവൃത്തി അവർ ചെയ്യുവാൻ കാരണം അവർക്ക് ഉഗ്രകോപമുണ്ടായി, അവർക്ക് കഠിന ക്രോധമുണ്ടായി. ശേഖേമിലെ ജനത്തെക്കുറിച്ച് അവർക്ക് കഠിനമായ ക്രോധമുണ്ടായി. കഠിന ക്രോധവും ഉഗ്രമായ കോപവും അത് സാഹസത്തിലേക്ക് അവർ വഴി നടത്തി. സാഹസ പ്രവൃത്തി ചെയ്യുവാൻ അവർക്ക് ഭീതിയുണ്ടായില്ല. ഘോര പ്രവൃത്തി, ക്രൂരമായ പ്രവൃത്തി, കൂട്ടത്തോടെ ആ ദേശത്തിലെ ജനത്തെ, ആണുങ്ങളെ എല്ലാവരെയും കൊന്നൊടുക്കാൻ അവർക്ക് തോന്നി. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആ സംഭവം വിവരിക്കുന്നുണ്ട്. 34-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം 25-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ 2 പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. ശിമയോനും ലേവിയും ശേഖേമിലേക്ക് ചെന്ന് അവിടെയുള്ള ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. കൂട്ടത്തോടെ കൊന്നു, ആണിനെയൊക്കെയും കൊന്നു. അവർ അഗ്രകർമ്മം പരിച്ഛേദന ചെയ്ത് അവർ വിവശരായി ക്ഷീണിച്ചുമിരിക്കുന്ന സമയത്ത് അവരെ തന്ത്രപൂർവം അവരെ അഗ്രകർമ്മം ചെയ്യിച്ചതിന് ശേഷം വളരെ കൗശലപൂർവ്വം അവരുടെ അടുക്കിലേക്ക് ചെന്ന് അവരെ കൂട്ടത്തോടെ കൊന്നുകളഞ്ഞു. കൊല്ലുവാൻ ശിമയോൻ ലേവിക്കും കാരണം വേണമെങ്കിൽ പറയാം. അവർക്ക് വളരെ ന്യായമായ കാര്യങ്ങൾ പറയാം. അവർക്ക് ശേഖേമിലെ ആ പുരുഷന്മാരെക്കുറിച്ച് പരാതി പറയാം. ശരിയാണ്, ശേഖേമിലെ പുരുഷന്മാർ ചെയ്തത് തെറ്റ് തന്നെയാണ്. എല്ലാവരും തെറ്റ് ചെയ്തില്ല. അതിൽ ശേഖേമിലെ അവിടുത്തെ പ്രഭുവിൻ്റെ ഒരു മകനാണ് തെറ്റ് ചെയ്തത്. ആ ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാ പുരുഷന്മാരെയും കൊന്നുകളഞ്ഞു. ഒരാളൊരു തെറ്റ് ചെയ്തു, തെറ്റ് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അത് 34-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. വളരെ ഗുരുതരമായൊരു തെറ്റാണ് അവർ ചെയ്തത്. എന്നാൽ ആ ദേശത്തിലെ പുരുഷന്മാരെയൊക്കെയും ഒന്നടങ്കം കൊന്നുകളയുവാൻ ശിമയോൻ ലേവിയും വാളുമായി പുറപ്പെട്ടു. അവർ ഉഗ്രക്രോധത്തോടെ പുറപ്പെട്ടു, അവർ കഠിന കോപത്തോടെ പുറപ്പെട്ടു, അവർ ഉഗ്രഭാവത്തോടെ ചെന്നു. ആ ദേശത്തെ വാളിൻ്റെ വായത്തിലയാൽ വെട്ടി നശിപ്പിച്ചു. ആ ദേശത്തിന് കഠിനമായ നാശമുണ്ടാക്കി. 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോവിൻ്റെ 2 പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. അടുത്ത വാക്യം. അവർ ഹമോരിനെയും അവൻ്റെ മകനായ ശേഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു. ആ ഹാമോർ എന്ന് പറയും ദേശത്തിലെ തലവനായ പ്രഭുവിനെ കൊന്നു. ഈ ഹാമോരിൻ്റെ മകനായ ശേഖേമിനെയും കൊന്നു. ശേഖേം ഒരാളാണ് തെറ്റ് ചെയ്തത്. ശേഖേം ഒരു യുവാവാണ് തെറ്റ് ചെയ്തത്. അപ്പനെ കൊന്നു, ശേഖേമിനെ കൊന്നു. പോര് ആ പൗരന്മാരെയൊക്കെയും ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. അടുത്ത വാക്യം. പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നിഹിതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയത് കൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. അവർ ആ ദേശത്തിലേക്ക് ചെന്നു, പട്ടണത്തെ കൊള്ളയിട്ടു. ആ പട്ടണത്തെ കൊള്ളയിട്ട് അവിടെ നിന്ന് മുഴുവനും കവർ ചെയ്തെടുത്തു. ആ ദേശത്തെ മുഴുവൻ നശിപ്പിച്ചു. എല്ലാ ഭവനങ്ങളിൽ നിന്നും അവരെ കവർ ചെയ്തു. എല്ലാം പട്ടണത്തെ കൊള്ളയിട്ടു. അവരെ പട്ടണത്തിൽ നിന്നെല്ലാം കവർ ചെയ്തു കൊണ്ടുവന്നു. അടുത്ത വാക്യം. അവർ അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലുമുള്ളതൊക്കെയും അപഹരിച്ചു. പട്ടണത്തിലും വെളിയിലുമുള്ളതൊക്കെയും അവർ അപഹരിച്ചു, എല്ലാം എടുത്തു. എന്തൊക്കെ? അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലുമുള്ള ഒക്കെയും അവർ അപഹരിച്ചു. അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി വീടുകളൊക്കെയും കൊള്ളയിട്ടു. അവർ അവിടെയുള്ള സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുപോയി. മാത്രമല്ല വീടുകളെല്ലാം കൊള്ളയിട്ടു. അടുത്ത വാക്യം. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും. അന്ന് അപ്പനായി യാക്കോബ് ഇതെല്ലാം അറിഞ്ഞപ്പോൾ അപ്പൻ ഈ മക്കളോട് പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? നമ്മൾ വന്നു പാർക്കുന്ന ഈ ശേഖേമിൽ നാം ഈ അക്രമം ചെയ്തതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേര് നാറ്റിച്ച് കളഞ്ഞല്ലോ. എനിക്കൊരു പേരുണ്ട്, എനിക്കൊരു അഭിമാനമുണ്ട്. നിത്യനായ ദൈവത്തിൻ്റെ പ്രിയദാസനായ അബ്രഹാമിൻ്റെ മകൻ്റെ മകനെന്നുള്ള
ഒരു സൽപ്പേര് എനിക്കുണ്ട്. എനിക്കൊരു പൂർവിക പാരമ്പര്യമുണ്ട്. അനുഗ്രഹീതമായൊരു പാരമ്പര്യം എനിക്കുണ്ട്. ഒരു നല്ല ശുഭകരമായ പൈതൃകം എനിക്കുണ്ട്. അതെല്ലാം നിങ്ങൾ കളഞ്ഞു കുളിച്ചല്ലോ. എൻ്റെ മക്കളെ, നിങ്ങളിങ്ങനെ ചെയ്തത് എന്തിന്? നിങ്ങൾ എൻ്റെ പേര് നാറ്റിച്ച് എന്നെ വിഷമത്തിലാക്കിയല്ലോ. അടുത്ത വാക്യം. ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ പേര് നാറ്റിച്ചല്ലോ. എനിക്കൊരു അഭിമാനകരമായ പേരുണ്ടായിരുന്നു. എൻ്റെ മക്കളെ, നിങ്ങളെൻ്റെ പേര് നാറ്റിച്ച് എന്നെ വിഷമത്തിലാക്കിയല്ലോ. എൻ്റെ അപ്പൻ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്നയാളാണ്. എൻ്റെ അപ്പൻ്റെ അപ്പനായ ഈ അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നയാളാണ്. എൻ്റെ അപ്പനായ ഇസ്ഹാക്ക് അനുസരണത്തിൻ്റെ പ്രതീകമാണ്. ഞാനോ, എൻ്റെ ജീവിതമോ വലഞ്ഞുപോയൊരു ജീവിതമാണ്. എങ്കിലും ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ ഇന്ന് സമ്പൽ സമൃദ്ധിയിലും സമാധാനത്തിലും കഴിയുന്നു. മക്കളെ, നിങ്ങളെന്നെ നാറ്റിച്ചല്ലോ. നിങ്ങളെനിക്ക് ഈ കെടുതി വരുത്തിയല്ലോ. നിങ്ങൾക്ക് എന്തിങ്ങനെ തോന്നിപ്പോയി? നിങ്ങളെന്ത് എൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സ്വഭാവം പുലർത്താൻ നിങ്ങൾക്ക് തോന്നിപ്പോയി? എൻ്റെ മക്കളെ, നിങ്ങളെൻ്റെ പേര് നാറ്റിച്ച് എന്നെ വിഷമത്തിലാക്കിയല്ലോ എന്ന് പറഞ്ഞ് യാക്കോബ് ഇരുന്ന് കരയുകയാണ്. നാം ഇനി എന്ത് ചെയ്യും? നാം ആൾ ചുരുക്കമല്ലേ? ഈ ചുരുക്കം ആളുകൾ മാത്രമുള്ള നാം ഈ അനേകം ആളുകൾ പാർക്കുന്ന ശേഖയിലൊന്ന് നാം പരദേശികളായി പാർക്കുമ്പോൾ ഇവിടെ എത്ര വിനയത്തോടെ നാം കഴിയേണ്ടതാണ്. നാം എന്ത് ചെയ്യും? നമ്മുടെ ഭാവി എങ്ങനെ? യാക്കോബ് ഇരുന്ന് ആവലാതിപ്പെട്ട് കരയുകയാണ്. യാക്കോബ് ഇരുന്ന് വിതുമ്പുകയാണ്. മക്കൾ മൂലം അപ്പൻ കരയുന്നു. മക്കൾ മൂലം അപ്പൻ വിഷമിക്കുന്നു. മക്കളുടെ സ്വഭാവം മൂലം അപ്പൻ വേദനിക്കുന്നു. മക്കളുടെ സ്വഭാവ ദൂഷ്യം മൂലം അപ്പൻ വലയുന്നു. യാക്കോബിൻ്റെ ഹൃദയം നൊന്തുവന്ന്. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, കാലങ്ങൾ കഴിയുന്നതിന് മുൻപ് യാക്കോബ് മരണക്കിടക്കയിലായി. യാക്കോബിൻ്റെ ഹൃദയത്തിലെ വിങ്ങൽ അത് ദൈവം ഏറ്റെടുത്തു. അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വേദന സ്വർഗത്തിലെ ദൈവം കണ്ടു. ദൈവം അത് ഏറ്റെടുത്തു. ദൈവം ആ യാക്കോബിൻ്റെ നാവിൽ കൂടി തന്നെ ആ മക്കളുടെ മേൽ ശാപം ചൊരിഞ്ഞു. അതാണ് അവസാനം നാം കാണുന്നത്. 49-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ വരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. യാക്കോബിൽ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽ പക നേരിടേണ്ടി വരും അവർക്ക്. യാക്കോബിൻ്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും തലമുറയിൽ അവർ പക നേരിടേണ്ടി വരും. അവർ ചിതറിപ്പോകേണ്ടി വരും, ചിതറി പാർക്കേണ്ടി വരും. അവരുടെ തലമുറകൾ ശാപഗ്രസ്തരായി തീരും. ഇതാണ് ഇവിടെ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശിമിയോനും ലേവിയും ശാപഗ്രസ്തരായി തീർന്നു. നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? മാതാപിതാക്കളെ ബഹുമാനിച്ചു കൊള്ളുക, കുടുംബത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തിക്കൊള്ളുക, കുടുംബത്തിൻ്റെ സൽപ്പേര് നിലനിർത്തിക്കൊള്ളുക. അപ്പൻ നേടിത്തന്നതായ അനുഗ്രഹീതമായ സമ്പത്ത് നാം വളർത്തിക്കൊള്ളുക. അപ്പൻ നേടിത്തന്ന ഭക്തി നാം നിലനിർത്തിക്കൊള്ളുക. അപ്പൻ പുലർത്തിപ്പോന്നതായ ഭയഭക്തി ബഹുമാനങ്ങൾ നാം പുലർത്തുകയും നാം തുടരുകയും ചെയ്യുക. പിതാക്കന്മാരുടെ കാലം മുതലേ വിശ്വാസികളായി നാം അറിയപ്പെടുക. പിതാക്കന്മാർ തുടർന്നു വന്ന വിശ്വാസ ജീവിതം നാം അനുവർത്തിക്കുക. പിതാക്കന്മാരെ നാം മാനിക്കുക, പിതാക്കന്മാരെ നാം ബഹുമാനിക്കുക, മാതാപിതാക്കളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അവരുടെ ഹൃദയം നോവാൻ ഇടവരുത്തരുത്. അത് ശാപകരമാണ്. അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൽ നോവ് വരാൻ നാം സമ്മതിക്കരുത്. ഒരു കാരണവശാലും വന്നു പോകരുത്. നിങ്ങൾ ചിന്തിക്കൂ, അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ശാന്തമായി ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളോട് ഏതെങ്കിലും തരത്തിൽ ധിക്കാരത്തോടെ പെരുമാറിയിട്ടുണ്ടോ? മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടോ? അവരുടെ ഹൃദയത്തിന് നീറ്റിലുണ്ടാക്കിയിട്ടുണ്ടോ? അവരുടെ മനസ്സ് ഉഷ്ണിക്കാൻ ഇടവരുത്തിയിട്ടുണ്ടോ? അവരുടെ ഹൃദയം കരയാൻ ഇടവരുത്തിയിട്ടുണ്ടോ? അത് ദോഷമാണ്, അത് ശാപമാണ്. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ എടുത്തു പറഞ്ഞ് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്ന് ഏറ്റുപറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചെന്ന് മാപ്പ് ചോദിക്കണം. അപ്പനും അമ്മയും കടന്നുപോയവരാണെങ്കിൽ ദൈവസനിലിരുന്ന് ഏങ്ങളടിച്ച് കരഞ്ഞുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയിരുന്ന് പാപം ക്ഷമിച്ചു തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ ശലോമോൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാതാപിതാക്കളെ ആദരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. അപ്പനെ ശപിക്കുന്നവർ, അപ്പനെ പ്രാകുന്നവർ, അമ്മയെ പ്രാകുന്നവർ,
അപ്പനെ ശപിക്കുന്നവർ, അപ്പൻ കഴിവില്ലാത്തവനെന്ന് അപ്പനെ തരം താഴ്ത്തുന്നവർ, അപ്പൻ വിദ്യാഭ്യാസമില്ലാത്തവൻ, അപ്പൻ പ്രാപ്തിയില്ലാത്തവൻ, അപ്പൻ ബുദ്ധിയില്ലാത്തവൻ, അപ്പന് ഒരു കാര്യത്തിനൊരു പ്രാപ്തി പോരാ എന്നിങ്ങനെ ചിന്തിച്ച് അപ്പനെ തരം താഴ്ത്തുന്നവർ, അപ്പനെ വിലയിടിച്ച് കാണുന്നവർ, അപ്പനെ വിലയിടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വിലയിടിച്ച് കാണിക്കുന്നവർ, അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അവര് തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുകയാണ്. അവരുടെ നോട്ടത്തിൽ അവർ തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുകയാണ്. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവർ അശുദ്ധി കഴുകിക്കളയുന്നില്ല. അങ്ങനത്തെ തലമുറ അവർ അഹങ്കാരമുള്ളവരാണെന്ന് അടുത്ത വാക്യം. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ അഹങ്കാരമുള്ള കണ്ണുകളാണ്. അഹങ്കാരത്തോടെയാണ് നോക്കുന്നത്, ധിക്കാര മനോഭാവത്തോടെയാണ് നോക്കുന്നത്. അവർ ഹുങ്കോടുകൂടിയാണ് അപ്പൻ്റെയും അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. അവർ സംസാരിക്കുന്നത് അപ്പനെയും അമ്മയെയും തരം താഴ്ത്തിക്കൊണ്ടാണ്. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. വീണ്ടും വായിച്ചു വരുമ്പോൾ അതേ അധ്യായത്തിൽ തന്നെ കാണാം 17-ാം വാക്യം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ, അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിനെ. എന്താണ് കണ്ണെങ്ങനെയാണ് അനുസരിക്കാതിരിക്കുന്നത്? കണ്ണെങ്ങനെയാണ് പരിഹസിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവം കണ്ണിൽ സ്ഫുരിക്കും. അഹങ്കാരം ഹൃദയത്തിലുണ്ടെങ്കിൽ കണ്ണിലത് വരും. അശുദ്ധി ഹൃദയത്തിലുണ്ടെങ്കിൽ കണ്ണിലത് വരും, കണ്ണിലത് നിഴലിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ കോപമുണ്ടെങ്കിൽ കണ്ണിലത് സ്ഫുരിക്കും, കണ്ണിലത് നിഴലിടും. അത് നിങ്ങൾക്ക് പലർക്കും എളുപ്പം മനസ്സിലാകാവുന്ന കാര്യമാണ്. കണ്ണിൽ കൂടിയാണ് നമ്മുടെ കോപം വെളിപ്പെടുന്നത്, കണ്ണിൽ കൂടിയാണ് നമ്മുടെ അഹങ്കാരം വെളിപ്പെടുന്നത്, കണ്ണിൽ കൂടിയാണ് നമ്മുടെ അശുദ്ധി വെളിപ്പെടുന്നത്. കണ്ണ് എന്താണ് പറഞ്ഞത്? അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ഏതാണ് തോട്ടരികത്തെ കാക്ക? ഏതാണ് കഴിയും കുഞ്ഞ്? അത് ദുഷ്ടാത്മസേനയെ കാണിക്കുന്നു. ആ കണ്ണിനെ ദുഷ്ടാത്മസേനകൾ കൊത്തിപ്പറിക്കും. ആ കണ്ണിനെ ദുരാത്മാക്കൾ കൊത്തിപ്പറിക്കും. കഴിയും കുഞ്ഞുങ്ങളും തോട്ടരികത്തെ കാക്കയും എല്ലാം ദുഷ്ടാത്മാക്കളുടെ പ്രതീകങ്ങളാണ്, ദുരാത്മാക്കളുടെ പ്രതീകങ്ങളാണ്, പിശാചിൻ്റെ സൈന്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. അനർത്ഥം വരും, അപകടം വരുമെന്ന്. സഹോദരങ്ങളെ, നാം ചിന്തിക്കൂ, ശാപഗ്രസ്തമായി നമുക്ക് എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടോ? ശാപകരമായി നമുക്ക് എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ കാണും, കാരണം കൂടാതെ ശാപം ഭരിക്കുകയില്ല. ആരെല്ലാം ശപിച്ചാലും കാരണമുണ്ടെങ്കിൽ മാത്രമേ ശാപം ഫലിക്കുകയുള്ളൂ. വായിക്കാം. കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കാരണം ഉണ്ടെങ്കിലേ ശാപം ഫലിക്കൂ. അപ്പൻ ശപിച്ചാലും ശരി, അമ്മ ശപിച്ചാലും ശരി, അല്ല എത്ര ഉന്നതന്മാരായ ആളുകൾ ശപിച്ചാലും ശരി, ഒരു കാരണമുണ്ടെങ്കിൽ മാത്രമേ ശാപം ഫലിക്കുകയുള്ളൂ. ഒട്ടും പേടിക്കേണ്ട. പക്ഷേ അപ്പനെ അനുസരിക്കണം, അമ്മയെ ബഹുമാനിക്കണം, അപ്പനെ ആദരിക്കണം. അപ്പനെയും അമ്മയെയും ധിക്കരിക്കരുത്, പരിഹസിക്കരുത്, അഹങ്കാരത്തോടെ തിരിച്ച് പറയരുത്. അവിടെ മുമ്പിൽ ഉയർന്ന ഭാവത്തോടെ, അവിടെ മുമ്പിൽ ഹുങ്കോടുകൂടി നിൽക്കരുത്, പെരുമാറരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അഥവാ വന്നു പോയെങ്കിൽ ഇനി എന്താണ് ചെയ്യുക? ചിലരെ ചിന്തിക്കും, എൻ്റെ കർത്താവേ, അപ്പൻ മരിച്ചു പോയല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പനോട് ചെന്ന് മാപ്പ് ചോദിക്കാമായിരുന്നു. അമ്മ മരിച്ചു പോയല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താ ഇനി എങ്ങനെ ഇതിൽ നിന്ന് മോചനം കിട്ടും? ഭയപ്പെടേണ്ട. നിങ്ങൾ ദൈവസനിലിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോട് ഉപവാസത്തോടും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ പാപം ക്ഷമിച്ചു തരണമേ, എൻ്റെ മേൽ അകൃത്യം കണക്കിടല്ലേ, എൻ്റെ മേൽ ശാപം വരല്ലേ, ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ, ശാപമുക്തി തരണമേ, ശാപകരമായ പലതിനിൽ സംഭവിച്ചു പോയി, നാഥ എനിക്ക് ക്ഷമിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം, കർത്താവായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് നാം എന്താണ് ചെയ്യേണ്ടത്? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. രക്ഷപ്പെടാൻ മാർഗമുണ്ട്. ഇന്ന് മോചനം പ്രാപിപ്പാൻ മാർഗമുണ്ട്. ലേവിയും ശിമയോനും അവരെ ശാപഗ്രസ്തരായിപ്പോയി. രക്ഷപ്പെടാൻ മാർഗമുണ്ട്.
ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചാൽ മതി. അത് നമുക്ക് അടുത്ത പ്രസംഗത്തിൽ ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ ശാപം വന്നെങ്കിൽ നാം ഇപ്പോൾ ചിന്തിക്കും, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ ശാപങ്ങൾ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എനിക്ക് വേണ്ടി ശാപമായി കുരിശിൽ വെച്ച രക്ഷക, എനിക്ക് വേണ്ടി ശാപഗ്രസ്തമായ മരക്കുരിശിന്മേൽ മരിച്ച രക്ഷകനായ യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ എൻ്റെ ശാപങ്ങൾ മാറ്റിത്തരണമേ. എൻ്റെ തലമേൽ വന്നിരിക്കുന്ന പാപങ്ങളും ശാപങ്ങളും എൻ്റെ കർത്താവേ നീ കഴുകി മാറ്റിത്തരണമേ. ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. എൻ്റെ കർത്താവേ, വന്നുപോയ തെറ്റുകൾ ഒരിക്കലും സംഭവിക്കരുതാത്തതായിരുന്നു, എന്നാൽ സംഭവിച്ചു പോയല്ലോ കർത്താവേ, എനിക്ക് മോചനം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കുരിശിൻ ചുവട്ടിലേക്ക് അടുത്ത് വരിക. നിങ്ങൾ യേശുവിനോട് പറയുക, യേശുവേ, തെറ്റുകൾ സംഭവിച്ചു പോയി കർത്താവെ, അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ വന്നുപോയി. എൻ്റെ മാതാവിനെയും എൻ്റെ പിതാവിനെയും ഞാൻ ആദരിച്ചില്ല, ഞാൻ ബഹുമാനിച്ചില്ല, ഞാൻ സ്നേഹിച്ചില്ല, ഞാൻ അനുസരിച്ചില്ല, ഞാൻ പരിഗണിച്ചില്ല. എൻ്റെ കർത്താവെ, അവരെ ഒരു ശല്യമായി കണക്കാക്കി ഞാൻ ഒഴിവാക്കാൻ നോക്കി. ദൈവമേ, തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ദൈവമേ, വൃദ്ധജനങ്ങളെ ഞാൻ ആദരിച്ചില്ല, പ്രായമായവരെ ഞാൻ മാനിച്ചില്ല, തല നരച്ചവരെ ഞാൻ ബഹുമാനിച്ചില്ല. എൻ്റെ കർത്താവെ, നരച്ച തല ശോഭയുടെ കിരീടം നിൻ്റെ വചനം പറയുന്നു. എൻ്റെ പിതാവിൻ്റെ തല നരച്ചു, ജരാനരകൾ ബാധിച്ചു, അപ്പോൾ ഞാൻ അവഗണിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ. ബലഹീനതകൾ വന്നു, അപ്പോൾ എനിക്ക് അവഗണനകൾ വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എൻ്റെ പാപം എൻ്റെ മേൽ കണക്കിടല്ലേ. പ്രാർത്ഥിക്കൂ. കുരിശിലെ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ. കുരിശിലെ തിരുരക്തം നിങ്ങളുടെ പാപക്കറകൾ കഴുകി മാറ്റട്ടെ. കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കട്ടെ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, ദൈവത്തോട് അപേക്ഷിപ്പീൻ. കർത്താവെ, അനുഗ്രഹിക്കണമേ, എന്നോട് മനസ്സിലെയ്യണമേ, എൻ്റെ പാപക്കറകൾ ക്ഷമിച്ചു തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം കേട്ട് എല്ലാവരെയും തൊടണമേ, തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ. അനുതാപത്തിലേക്ക് എല്ലാവരെയും നയിക്കണമേ. അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിപ്പാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.